हिन्दुरक्षा ममादीक्षा। നമസ്തേ. കാശ്മീരിനു ശേഷം രാജ്യവിരുദ്ധ ശക്തികളുടെ താവളമായ കേരളത്തിൽ ഇനിയും രാഷ്ട്രപതി ഭരണം നടപ്പാക്കാൻ മടിക്കരുതെന്ന് വ്യക്തമാക്കി നാഷണൽ ഹിന്ദു ലീഗ്. ക്ഷേത്രക്കൊള്ളകളും അഴിമതികളും നടത്തി വിരാജിക്കുന്ന ഇന്ത്യ ഹിന്ദു വിരുദ്ധ ശക്തികളെ തടയാനും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ദേശീയബോധം വീണ്ടെടുക്കാനും വികസിത കേരളം സൃഷ്ടിക്കാനും ജീവിതം മടുത്ത നാടുവിട്ട യുവതയ്ക്ക് തൊഴിലവസരം നൽകി തിരികെ കൊണ്ടുവരാനും മയക്കുമരുന്ന് ലൈംഗിക മാഫിയകളിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്താനും രാഷ്ട്രപതി ഭരണം അനിവാര്യം തന്നെയാണ്. ജനാധിപത്യത്തിന്റെ കഴുത്തറുത്തു, കോടാലി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ ഹിന്ദു വിരുദ്ധർ ബഹളം വെക്കുമെങ്കിലും അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്വം കാശ്മീർ മോഡലിൽ ഉറപ്പാക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത്. കേരളത്തിന്റെ ഭരണമെന്ന ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന കേരള BJPയുടെ അഭിലാഷം വ്യർത്ഥമാണ്. സായാഹ്ന വിരുന്നുകളും അത്താഴ വിരുന്നുകളും പാരിതോഷികങ്ങളും നൽകി മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന സ്പോൺസർമാരായ അഴിമതി വീരന്മാരുടെയും കള്ളപ്പണക്കാരുടെയും ഹിന്ദു വിരുദ്ധ വർഗീയ ഭീകരരുടെയും നിയമവിരുദ്ധ ചെയ്തികൾ പൊതുജനത്തെ അറിയിക്കാൻ മാധ്യമങ്ങൾ മടിക്കുക സ്വാഭാവികം മാത്രം. താൻ കൂടി ഉൾപ്പെടുന്ന നാട് നന്നാകണമെന്നോ തന്റെ രാജ്യം ക്ഷേമരാഷ്ട്രമാകണമെന്നോ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ആളുകളില്ലാത്ത നാട്ടിൽ അഴിമതി രാഷ്ട്രീയവും ഹിന്ദു വിരുദ്ധതയും അവർക്ക് വേണ്ടി കുഴലൂതിക്കൊണ്ട് പത്രധർമ്മം ദേശബോധവും മറക്കുന്ന മാപ്രാസുകൾ തഴച്ചു വളരുക തന്നെ ചെയ്യും. ഇസ്ലാമിക ഭീകരതയെ പുൽകിക്കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്ന് തൊണ്ട കീറി മാനം മുട്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ കോറന്മാരുള്ളപ്പോൾ ദുഷ്ടശക്തികൾ പന പോലെ വളരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മലപ്പുറം ജില്ലയിൽ ക്രമാതീതമായി മനഃപൂർവ്വം വംശവർദ്ധനവ് നടത്തി ശേഷം ഞമ്മക്ക് ജില്ല വിഭജിച്ചു തരണമെന്ന് പറഞ്ഞ് മതാവശ്യങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി വാർത്തയാക്കുന്ന മാപ്രാസുകൾ വർഗീയ ജില്ല വേണമെന്ന മതമൗലികവാദിയുടെ ആവശ്യത്തിലെ അനൌചിത്യവും അപ്രായോഗികതയും ചൂണ്ടിക്കാട്ടുന്നവരുടെ അഭിപ്രായങ്ങൾ വാർത്തയാക്കാൻ വിസമ്മതിക്കും. മറ്റു ജില്ലകളും വർഗീയമായി പ്രദേശങ്ങളാക്കി തിരിച്ച് ഞമ്മക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങൾ പുതിയ ജില്ലയാക്കണമെന്ന ഇസ്ലാമിക വർഗീയ ശക്തികളുടെ വാർത്തകൾക്കും വലിയ പ്രചാരണമാണ് മാപ്രാസുകൾ നൽകി വരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കേരള വിഭജനത്തിലൂടെ മതം വളർത്താനുള്ള ഇസ്ലാമിക ശക്തിയുടെ രാജ്യവിരുദ്ധ ശ്രമങ്ങൾക്ക് തടയിടാൻ മതേതരമെന്ന കടുകഷായം കുടിച്ച് ഷണ്ടന്മാരായി മതിച്ചു നിൽക്കുന്ന ഇതര മതസ്ഥർക്ക് കഴിയുന്നുമില്ല. ഇതുപോലെ മറ്റൊരു സംഭവമാണ് അടുത്തിടെ കളമശ്ശേരിയിൽ നടന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുസ്ലിം വർഗീയവാദി തന്റെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ അസത്യ പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി 17 വോട്ടുകൾക്ക് പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മത സ്ഥാനാർത്ഥി എറണാകുളം മുൻസിഫ് കോടതിയിൽ ഇലക്ഷൻ പരാതി നൽകിയിരുന്നു. ആയതിന്മേൽ മുൻസിഫ് കോടതി പ്രതിക്ക് നോട്ടീസ് നൽകി. സാധാരണ നിലയിൽ ഇതൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് നിലവിലെ നഗരസഭാ ചെയർമാനും ഇസ്ലാമിക കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ ഒരാൾക്കെതിരെ ഒരു കോടതി നോട്ടീസ് കൊടുത്താൽ അത് ജനങ്ങളെ അറിയിക്കേണ്ടത് പത്രധർമ്മമാണ്, വായനക്കാരോടുള്ള ബാധ്യതയും കടപ്പാടുമാണ്. കേസിന്റെ വിജയവും പരാജയവും പിന്നുള്ള വിഷയമാണല്ലോ. ഇന്നത്തെ വാർത്ത ഇന്ന് തന്നെ അറിയിക്കുക എന്ന പ്രാഥമിക തത്വം മറന്ന് മാധ്യമങ്ങൾ പ്രവർത്തിക്കാമോ? എന്നാൽ അഴിമതിയും കള്ളപ്പണവും ആർഭാട ജീവിതവും താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും മാധ്യമങ്ങളും വിരാജിക്കുന്ന കേരള നാട്ടിൽ ഇത്തരത്തിൽ ഒരു വാർത്ത മാപ്രാസുകളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. എന്നാൽ ഒട്ടും സത്യമല്ലാത്ത വാർത്തകൾക്ക് ഇതര മതസ്ഥർക്കെതിരെ കെട്ടിച്ചമച്ച് ദിവസങ്ങളോളം മെനക്കെടാൻ തയ്യാറാകുന്ന മാപ്രാസ് ലോകത്തിന്റെ വിസ്മയങ്ങൾക്ക് നാം മൂക സാക്ഷിയാകാറുണ്ട്. ജനങ്ങളുടെ മൂകതയാണ് ഇന്ത്യ ഹിന്ദു വിരുദ്ധ ശക്തികളുടെ വിജയം. PC ജോർജിനും മറുനാടൻ ഷാജിയും വെള്ളാപ്പള്ളിക്കും സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖറിനും R ശ്രീലേഖയ്ക്കുമെതിരെ വേട്ടനായികളെ പോലെ കടിച്ചുകീറാൻ പായുന്ന വിഭാഗങ്ങളെയും നാം നിസ്സംഗതയോടെ കണ്ടു നിൽക്കുന്നു. ഈ നിസ്സംഗതയാണ് ഇന്ത്യ ഹിന്ദു വിരുദ്ധരുടെ വളർച്ചയ്ക്ക് വളമാകുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, തൊഴിലിടങ്ങൾ ഉൾപ്പെടെ നാടിന്റെ എല്ലാ മേഖലകളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മയക്കുമരുന്നും ലൈംഗികതയും
ലിംഗഭേദമന്യേ രാപ്പകലില്ലാതെ വിരാജിച്ചുകൊണ്ട് നാടിനെ നശിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്ത ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാഫിയ കേരളത്തെ പൊതിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക ശക്തികളുടെ രാജ്യവിരുദ്ധ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ പരശുരാമ ഭൂമിക്ക് വികസനത്തിന്റെ അമൃത് നൽകി പരിപോഷിപ്പിക്കണമെങ്കിൽ ഒരു 15 വർഷം നമ്മുടെ നാട് കേന്ദ്രഭരണ പ്രദേശമായി മാറണം. സമാധാനപരവും സമ്പന്നവും വർഗീയ ചേരുവയില്ലാത്തതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഈ മാർഗം മാത്രമേ കരണീയമായിട്ടുള്ളൂ. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇസ്ലാമിക വർഗീയതയും കള്ളപ്പണത്തെയും പുൽകുന്ന അധികാര ഭ്രാന്ത് പിടിച്ച ജനദ്രോഹ രാജ്യവിരുദ്ധ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്രഭരണം അനിവാര്യമാണ്. ജീവിതമെടുത്ത് നാടുവിട്ട കേരള യുവതയെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, വികസനത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ള കേരള സർക്കാരിന്റെ സഹായത്തോടുള്ള രാഷ്ട്രപതി ഭരണമെന്ന ഒറ്റമൂലി പ്രയോഗമാണ് കേരളത്തിലെ ജനദ്രോഹികളുടെ അസുഖം മാറ്റാൻ ഏക പോംവഴിയെന്നും നാഷണൽ ഹിന്ദു ലീഗ് പ്രസിഡന്റ് മുക്കാപ്പുഴ നന്ദകുമാർ വ്യക്തമാക്കി. ഹിന്ദു രക്ഷാ